ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ആയിട്ട് എന്താണ് എല്ലാവർക്കും പരിപാടി? ഞങ്ങളിന്ന് സൺഡേ ആയിട്ട് പുറത്ത് പോയൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഒരുപാട് ലോങ് വീഡിയോ ഒന്നല്ല കേട്ടോ, ഒരു ചെറിയ വീഡിയോയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഞങ്ങളിന്ന് പോയത് എവിടെയാണെന്ന് പറയാം കേട്ടോ. നമ്മൾ ജബൽപൂരാണ് താമസിക്കുന്നതെന്ന് മിക്കവർക്കും അറിയാമല്ലോ. ഞങ്ങളിന്ന് സജീവ് സാറിൻ്റെയും സോന ചേച്ചിയുടെയും സീമോളുടെയും കൂടിയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. രാവിലെ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ സോന ചേച്ചി പറഞ്ഞു നമുക്കിന്ന് സൺഡേ ആയിട്ടൊന്ന് പുറത്ത് പോയാലോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞു എന്നാൽ ലഞ്ചൊക്കെ നമുക്ക് വേഗം കഴിച്ച് കഴിഞ്ഞിട്ട് പോകാൻ ചേച്ചി എന്ന് പറഞ്ഞു. ഞങ്ങൾ നല്ല ബിരിയാണിയും മട്ടൻ കറിയൊക്കെ ഞാനും സോന ചേച്ചിയും കൂടെ വേഗം ആക്കി ഞങ്ങളതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബേഡാഘട്ടിലേക്ക് പോവാണ് കേട്ടോ. ബേഡാഘട്ടിൽ വെള്ളം നന്നായിട്ട് വരുന്ന സമയമാണ് കേട്ടോ, കാരണം നല്ല മഴയൊക്കെ പെയ്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഉള്ളൊരു സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിങ്ങനെ നടക്കണം കേട്ടോ, കുറച്ച് ദൂരം നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ മാർബിളിലൊക്കെ ഓരോന്ന് നമുക്കിങ്ങനെ പേരൊക്കെ എഴുതി തരുന്ന ഒരു സംഭവങ്ങളും കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ നടക്കുമ്പോൾ ഡുഗുവും ആരും സിയൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അത് വേണം ഇത് വേണം എന്നൊക്കെ. അപ്പം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ പതുക്കെ സമയമുണ്ടല്ലോ മേടിക്കാം പറഞ്ഞ് ഇങ്ങനെ പോവാം. കുറച്ചിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കും സോനിച്ചിക്കും ഒരു കൺട്രോൾ ഇല്ലാണ്ടായിട്ടോ. കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ ലിസ്റ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോകുന്ന പോലെയായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ബേഡാഘട്ട്. എന്നുവെച്ചാൽ നർമ്മദാ നദി ആണ് കേട്ടോ. ഇത് നർമ്മദാ നദിയിലുള്ളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സംഭവമാണിത്. ഇതൊരു ബേഡാഘട്ട് എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണെന്ന്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നർമ്മദാ നദി ഒഴുകുന്നത് മാർബിൾ പാറകളിലൂടെയാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ മാർബിൾ പാറകളാണ്. ഇതിലെ പാറകളെന്നൊക്കെ പറയുന്നത് ഒരു 100 അടി ഉയരമുണ്ട് കേട്ടോ. ഇവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വന്ന സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നത് കാരണം നമുക്ക് ബോട്ടിംഗ് പറ്റിയില്ലായിരുന്നു. നല്ലപോലെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ബോട്ടിംഗ് ചെയ്യാൻ പറ്റില്ല. റോപ്പ് ഉണ്ടായിരുന്നു, നമ്മൾ അതിനകത്ത് കയറുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ഇവിടെ ഈ നദിയിൽ എന്ന് വെച്ചാൽ ഇവർ ഒരുപാട് നോർത്ത് ഇന്ത്യൻസൊക്കെ വന്ന് പൂജയൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അവർ പറയും ഈ വെള്ളം നമ്മൾ തലവഴി ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ പോകും എന്നൊക്കെ ഇവർ അടുത്തുള്ള ദീദിമാരൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വന്ന് ഹരിയുടെയും ചന്ദനയുടെയൊക്കെ കൂടെ വന്ന് എടുത്തിരുന്ന ഫോട്ടോയാണ് കേട്ടോ. ഈ വർഷം നമ്മൾ സോന ചേച്ചിയുടെയും സിയയുടെയും സജീവ് സാറിൻ്റെയും കൂടെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോൾ അതാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തന്നിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ തിരിച്ചു പോകാനായിട്ട് നോക്കാം. അപ്പോൾ ആരും സിയയും കൂടെ ഇങ്ങനെ വെള്ളത്തിൽ മീനെ കണ്ടു കഴിഞ്ഞപ്പോൾ മീനെ കണ്ടത് ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ. മീനെ കഴിക്കാൻ വേണ്ടി അവരിങ്ങനെ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആരൊക്കെയോ പോയവർ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ സിയയ്ക്കും ആരൂനൊക്കെ റോപ്പിൽ കയറണം. അപ്പോൾ ഡുഗും പറഞ്ഞു എന്നാൽ അതിനകത്ത് കയറിയാലോ. അപ്പോൾ വേഗം തന്നെ നമ്മൾ കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് എന്നാൽ അത് കഴിഞ്ഞിട്ട് അങ്ങ് കയറാമെന്ന് പറഞ്ഞ് നമുക്ക് സജീവ് സാറ് ഐസ്ക്രീമൊക്കെ മേടിച്ചു തന്നു കേട്ടോ. ഐസ്ക്രീം മാംഗോ ബാർ ഇതൊക്കെ മേടിച്ചു തന്നു. അപ്പം ഞാനും ചേച്ചി പതുക്കെ അതിനകത്ത് കയറി. അപ്പോൾ ചേച്ചിക്ക് ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഇടാൻ വേണ്ടി ഭരണി വേണം എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഭരണിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം, മേടിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ വേഗം തന്നെ റോപ്പിനകത്തേക്ക് കയറി. റോപ്പിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമായിരുന്നു കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ കാഴ്ചയിലൂടെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതിൻ്റെ മുകളിലിരുന്ന് നമ്മൾ താഴത്ത് നിന്ന് കണ്ടിരുന്ന ആ ഭാഗവും മുകളിൽ നിന്ന് നമ്മൾ കണ്ടിരുന്ന ആ ഭാഗവും തമ്മിലുള്ളൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ആ മാർബിൾ പാറകളും എല്ലാം കാണാനും കുത്തൊഴുക്കി ഇങ്ങനെ വരുന്ന നർമ്മദാ നദി കാണാനും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. വെള്ളത്തിൻ്റെ കളറ് നിങ്ങൾ നോക്കിയിട്ട് ഭംഗീനെ കുറിച്ച് വിചാരിക്കരുത് കേട്ടോ, പക്ഷെ അതിമനോഹരമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു നമ്മളിത് റോപ്പ് വഴി ഇപ്പുറത്തെ സൈഡിലെത്തി. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഉള്ളിലൂടെയൊക്കെ കുറച്ച് യാത്രകൾക്കൊക്കെ പോകാം. പക്ഷെ നമ്മൾ ലേറ്റ് ആയിട്ടായിരുന്നു ചെന്നായിരുന്നു. നമുക്ക് 6 മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് റോപ്പിൽ ഇപ്പുറത്തേക്ക് വരണമായിരുന്നു. പിന്നെ പിള്ളേർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അതേ നമ്മൾ റോപ്പിൽ തന്നെ തിരിച്ച് വന്നു. ഇനിയാണല്ലോ മെയിൻ പരിപാടി, നമ്മുടെ പർച്ചേസ് സംഭവങ്ങൾ. നമ്മൾ ബാലൻസ് വെച്ചിട്ടാണല്ലോ വന്നിരുന്നത്. പിന്നെ ഞാനും സോന ചേച്ചിൻ്റെ പതുക്കെ ഓരോ സംഭവങ്ങളൊക്കെ അങ്ങ് നോക്കി തുടങ്ങി കേട്ടോ. ഞങ്ങൾ പിന്നെ 2-3 വളകൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടെടുത്തോളൂ. കുട്ടികൾക്ക് പിന്നെ ഓരോ ഐറ്റംസൊക്കെ മേടിച്ചു. ഇതാണ് കേട്ടോ മാർബിളൊക്കെ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാനും സോന ചേച്ചിയും പോയിട്ട് ഇങ്ങനെ പേര് എഴുതുന്ന സംഭവത്തിൻ്റെ വിലയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. പക്ഷെ ഭയങ്കര റേറ്റാണോ പറയുന്നത്. നമ്മൾ കുറേയൊക്കെ പേശി നോക്കി. പിന്നെ സജീവ് സാർ ചായ കുടിക്കാൻ കരുത്. അപ്പോൾ സാറ് പറയുമായിരുന്നു കേട്ടോ ഇത്രയും വലിയ ഗ്ലാസ്സിൽ ഇവിടെ ചായ ഇടണേ കണ്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്രയും ചെറിയ ഗ്ലാസ്സിലൊക്കെ ചായ കിട്ടും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഈ ഒരു കുതിരേനെയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ഇന്നത്തെ സൺഡേ അടിച്ച് പൊളിച്ചു കേട്ടോ. അവരുമായിട്ട് നല്ലൊരു ട്രിപ്പായിരുന്നു.